ഹായ് ഹലോ വെൽക്കം ബാക്ക്. ദിസ് ഇസ് ഡോക്ടർ ആര്യ. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. ലാസ്റ്റ് നമ്മൾ ഇൻവിസലൈൻ്റെ ടോപ്പിക് ചെയ്തു. അത് ഒത്തിരി എന്താ പറയുക, ഒരുപാട് കമൻസും ഒരുപാട് എൻക്വയറീസും ഒക്കെ എനിക്ക് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ട്രീറ്റ്മെന്റ് റിലേറ്റഡ് അല്ലാതെ പേഷ്യന്റ് വൈസ് അല്ലെങ്കിൽ പേഷ്യന്റെ സൈഡിൽ നിന്ന് പേഷ്യൻസിന് ഉണ്ടാകുന്ന ഡൗട്ട്സോ അല്ലെങ്കിൽ കുറെ മിത്തുകളുണ്ട് ഈ സൊസൈറ്റിയിൽ ഇങ്ങനെ റോങ് ചെയ്ത് നടക്കുന്ന ഒരുപാട് മിത്തുകൾ. സോ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഒരു പാർട്ണർ ഉണ്ട്. ദിസ് ഇസ് ഡോക്ടർ വൃന്ദ വിജയലാൽ. അതുകൊണ്ട് നമ്മുടെ വൃന്ദനെ നമ്മൾ നമ്മുടെ ഈ ഒരു സെഗ്മെന്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം ടു അവർ ഫാമിലി, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാനും വൃന്ദയും കൂടെ കുറച്ച് ഫണ്ണി ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ നമ്മൾ കേൾക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഡെന്റൽ മിത്തുകളെ പറ്റിയിട്ട്, ഡെന്റൽ റിലേറ്റഡ് അല്ലെങ്കിൽ ഡെന്റൽ ട്രീറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പൊതുവെ കേട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങളെ അറിയാത്തവർക്ക് അറിയിച്ചു തരാനും അതുപോലെ കേൾക്കുന്നവർക്ക് ഇത് ഫെമിലിയർ ആയിട്ട് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമന്റ് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ടോക്ക് അബൌട്ട് മിസ്റ്റീരിയസ് ഫാക്ട് അബൌട്ട് ഡെന്റിസ്ട്രി. എന്താണ് വൃന്ദ ഇതിനെ പറ്റി, വൃന്ദയ്ക്ക് തോന്നുന്നത് എന്താണ് ഇതിനെ പറ്റി തോന്നുന്നത്? എന്താ തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറെ പേഷ്യൻസ് ആയിട്ട് ഇന്ററാക്ഷൻസ് ഒക്കെ ചെയ്യില്ലേ, അപ്പൊ ഒരുപാട് പേഷ്യൻസ് ഫ്രണ്ട്സ് പല പല ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമ്മൾ ഈ അന്ധവിശ്വാസമൊക്കെ പോലെ ഇപ്പൊ നൈറ്റിൽ നെഗം വെട്ടാൻ പാടില്ല, വീട് മുഴുവൻ അങ്ങനെയൊക്കെ പണ്ടത്തെ ആൾക്കാർ ഒരുപാട് കുറെ മിത്തുകൾ ഉണ്ടാവില്ലേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡെന്റൽ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ വന്ന പേഷ്യൻസും അല്ലെങ്കിൽ ഇവരൊക്കെ ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ചിരി വരും. അങ്ങനത്തെ ഒരു സാധനം ഡിസ്കസ് ചെയ്താൽ കുറച്ചുകൂടി നല്ലതാവും, കുറെ ആൾക്കാരെ തോട്ട്സ് മാറി കിട്ടുമല്ലോ. അങ്ങനെയൊക്കെയാണ് ഈ ഐഡിയയിലേക്ക് സത്യം പറഞ്ഞാൽ വന്നുകൊണ്ടിരുന്നത്. ഞാൻ ആര്യനോട് ചോദിച്ച് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും, ഒരു ഇൻഫോർമേറ്റീവ് ആയിരിക്കും, അങ്ങനത്തെ ഒരു ഡിസ്കഷനിലാണ് ഇവിടെ വരെ എത്തിയത്. ഡെയിലി ഓരോ പേഷ്യൻസിനെ കാണുന്നതാണ്, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ തന്നെ എന്താ ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് നമ്മൾ തന്നെ ചിന്തിച്ചു പോകും. നമുക്ക് ചില സമയത്ത് ചിരി വരും, ചിലപ്പോൾ അതിശയം തോന്നും. പല രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്ന ആ ഒരു, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഡെന്റൽ ഫീൽഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിനെ പറ്റിയിട്ടൊരു ധാരണയില്ല. ഇതിൽ പലതും കൊച്ചിലെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ എൻ്റെ ഫാമിലിയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ കേട്ട് എനിക്കും അത്തരത്തിലുള്ള മിത്തുകൾ ഉണ്ടായിരുന്നു. ശരിക്കും ഡെന്റിസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടല്ലാത്തവർക്ക് പൊതുവെ ഡെന്റിസ്റ്റിനെ പറ്റി വലിയ ഐഡിയ ഒന്നും കാണത്തില്ല. എന്താണ് കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് ആ ട്രീറ്റ്മെന്റ് നടക്കുന്നത് അതറിയാനും ആരും ശ്രമിക്കുന്നില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി സൊസൈറ്റിക്ക് ഉണ്ടാകണം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ഒട്ടും ലാഗ് അടുപ്പിക്കാതെ ആ ഒരു ടോപ്പിക്കിലേക്ക് പോവാം. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്റേൺഷിപ്പ് സ്റ്റാർട്ടിംഗ് ഒക്കെ കയറിയപ്പോൾ ചോദിച്ചൊരു ചോദ്യമാണ്, ഈ ഡോക്ടറെ ഈ പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് ഒന്നും അറിയാൻ പറ്റില്ല എന്ന് ഞാനിങ്ങനെ കേട്ടല്ലോ. എൻ്റെ 2-3 ചെയ്ത ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കേട്ടല്ലോ. അപ്പം എനിക്ക് ട്രസ്റ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ, എന്താ എങ്ങനെയാന്നൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിന്റെ ടേസ്റ്റ് അറിയുന്ന നമ്മള് നാവില് ടേസ്റ്റ് ബഡ്സിലാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ ആ നാവില് പോലും തൊടുന്നില്ല ഈ സ്കെയിൽ ചെയ്യുന്ന സമയത്ത്. പല്ല് ജസ്റ്റ് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ സ്കെയിൽ ചെയ്യാന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പല്ലിന്റെ മുകളിലുള്ള ഡേർട്ടുകൾ അഥവാ പ്ലാക്ക്, കാൽക്കുലസ് എന്നൊക്കെ പറയുന്ന ഡേർട്ടുകൾ, ഒത്തിരി കട്ട പിടിച്ചിരിക്കുന്ന ഡേർട്ടുകൾ, സ്റ്റെയിൻസ്, ഇതിനൊക്കെയാണ് നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നത്. അത് ജസ്റ്റ് നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മൾ അൾട്രാസൗണ്ട് സ്കെയിലേഴ്സ് ഉപയോഗിച്ചോ അതിന്റെ സർഫസിലുള്ള ഡേർട്ടിനെ മാത്രമേ നമ്മൾ റിമൂവ് ചെയ്യുന്നുള്ളൂ. ഒരിക്കലും നമ്മൾ ഡീപ്പായിട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ പല്ലിന് തുറന്നു പോകുന്നില്ല, അല്ലെങ്കിൽ പേഷ്യന്റ് യാതൊരു തരത്തിലുള്ള ടങ്ങിന് അത് റീച്ച് ചെയ്യുന്ന പോലുമില്ല. ടങ്ങിന് നമ്മൾ തൊടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻസ്ട്രുമെന്റ്സ് വെച്ച് മാറ്റി വെച്ചിട്ടായിരിക്കും നമ്മൾ പല്ലിനെ മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ ടേസ്റ്റ് ബഡ്സിന്റെ കാര്യം അതൊക്കെ ശരിക്കും നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ പറയുന്ന കാര്യം മറ്റേ കൈ കഴിയില്ലെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലോ ഫുഡിൽ പറയുന്നത്. നമ്മള് ഓൾറെഡി ഈ ഡേർട്ട് നമ്മളെ വായിൽ വന്ന് മീൻസ് മൗത്തിൽ വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ആ ഒരു എൻവിറോൺമെന്റ് ആയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ആയി. അപ്പൊ ക്ലീൻ ചെയ്യുമ്പോ എന്താ വെച്ചാൽ നമ്മളൊരു പുതിയ എൻവിറോൺമെന്റിലേക്ക് പോവാ. അതായത് നമ്മൾ നാക്കോണ്ട് എന്തുണ്ടോ നല്ല രസഫുൾ പല്ലൊക്കെ നല്ല പോളിഷായി, പിന്നെ മൊത്തത്തിലൊരു വൃത്തി വന്ന ഒരു അവസ്ഥ വരും. അപ്പൊ ആ ഒരു ഇതിൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോ ചിലപ്പോ പുതിയ ടേസ്റ്റ് നല്ലപോലെ കിട്ടുകയാണ് ചെയ്യുക, അല്ലാതെ ഉള്ള ടേസ്റ്റ് അറിയാതിരിക്കുക അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒത്തിരി ഡേർട്ട് കട്ട പിടിച്ച് നമ്മളെ കാൽക്കുലസ് ഒക്കെ ഇരിക്കുന്ന കേസുകൾ നമ്മൾ എടുത്തു കളയാറുണ്ട്. ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി പേഷ്യന്റ് ഇപ്പം നമ്മളെ എല്ലാവരുടെയും പല്ലിനിടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പുകൾ കാണും. മൈൽഡ് സ്പേസിങ്, ഇന്റർഡെന്റൽ സ്പേസിങ് എല്ലാവരുടെ പല്ലിനും. ഇത് പറഞ്ഞപ്പോഴാ ഒരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ വേറൊരു ഡിപ്പാർട്ട്മെന്റിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ പല്ല് ക്ലീൻ ചെയ്ത് വന്നിട്ട് ഒരു പേഷ്യന്റ് പറയാം,
സത്യം പറയാം ഡോക്ടറെ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പല്ല് ക്ലീൻ ചെയ്തപ്പോ എന്റെ പല്ലിൽ ഫുൾ വിടവ് വന്ന്. എനിക്ക് ഇത്ര വിടവൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഫുൾ വിടവ് വന്ന്. എനിക്കിപ്പോ കാറ്റൊക്കെ കയറി ഇറങ്ങുന്നതൊക്കെ കാണാൻ പറ്റൂ. മീൻസ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഇത് കൂടെ ഒക്കെ ഇത് വരുന്നത്. എനിക്ക് അത്രയും ഗ്യാപ്പായി. ചെയ്യണ്ടായിരുന്നു, പല്ല് ക്ലീൻ ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ പേഷ്യന്റ് പറഞ്ഞത് അത് ഗ്യാപ്പ് വന്നത് ഓൾറെഡി അമ്മയ്ക്കുള്ള ഗ്യാപ്പാണ്, അല്ലാതെ ഒരിക്കലും ഒരു ഡെന്റിസ്റ്റ് ഇരുന്ന് പല്ല് ഇങ്ങനെ ഗ്യാപ്പാക്കി അങ്ങനെ ഒരു ഇതേ ഇല്ല. ഞാൻ മൈൻഡ് ഇന്റർനെറ്റ് സ്പേസിനിടയ്ക്ക് ഫുഡ് കയറി അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന കട്ട പിടിച്ച കാൽക്കുലസിനെ നമ്മൾ ഇളക്കി കളയുമ്പോൾ ഉണ്ടാകുന്ന ആ സ്പേസ്, ആ നിലനിൽക്കുന്ന അതേ സ്പേസ് തന്നെയാണ് അവിടെ വരുന്നത്. പക്ഷെ പല പേഷ്യൻസിന്റെയും ധാരണ എന്ന് പറയുന്നത് നമ്മൾ എന്തോ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം പല്ലിനകത്ത് ഗ്യാപ്പ് വേണം എന്നുള്ളതാണ്. കാരണം ആ കാൽക്കുലസ് അവിടെ ഇരിക്കുമ്പോൾ ഫുള്ളി ടീത്തിൽ ഒരു സ്പേസ് ഇല്ലാത്തതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. ഓൾറെഡി ഞാനിപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ പേഷ്യൻസിന്റെ അടുത്ത് പറയാറുണ്ട് അങ്ങനത്തെ കേസുകൾ. നമുക്ക് അറിയാൻ പറ്റുമല്ലോ സ്പേസിങ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടായിരിക്കും ചെയ്യാം. നിങ്ങളിത് കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അതിങ്ങനെ പറയരുത് എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ബോധവൽക്കരണം നടത്താൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. പല്ലിൽ അഴുക്ക് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുകയെന്ന് പറഞ്ഞാൽ അത്ര നല്ല ശീലമൊന്നും അല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് അതവിടെ ഇരുന്നോട്ടെ എന്നുള്ള സെറ്റപ്പിൽ ഇത് ഇരുന്നിരുന്ന് കഴിഞ്ഞാൽ ബോൺ ലോസ്, പല്ലിന്റെ സ്ട്രെങ്ത് കുറയും, അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടാവും. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ പല്ലിങ്ങനെ കട്ടയായി വന്ന് നിന്നിട്ട് അവസാനം ബോൺ ലോസ് വന്ന് ഈ കാൽക്കുലേഷന്റെ മാത്രം തലത്തിൽ നിൽക്കുന്ന പല്ലുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പല്ല് ക്ലീൻ ചെയ്യാൻ വരുമ്പോ എന്താ പറ്റുന്ന വെച്ചാൽ ഈ അഴുക്ക് എടുത്ത് കളയുമ്പോ ആ പല്ലും അങ്ങ് കൂടെ പോകും. അപ്പൊ പിന്നെ അടുത്തൊരു കോമഡി എന്താ വെച്ചാല് ഡോക്ടർ പല്ല് ക്ലീൻ ചെയ്ത് പല്ല് പോയി അങ്ങനെയാ പറയാ. പക്ഷെ അത് ഡോക്ടർ പല്ല് ക്ലീൻ ചെയ്തുകൊണ്ട് പല്ല് പോയതല്ല, അത് ഓൾറെഡി ആ ഒരു കാൽക്കുലസ് അല്ലെങ്കിൽ ആ ഒരു അഴുക്കിന്റെ ബലത്തിലാണ്. ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ ഈ വെള്ളത്തിലോ അല്ലെങ്കിൽ ഇപ്പൊ മണ്ണിലൊക്കെ കുറെ വേസ്റ്റ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ്സ് വന്ന ഒരു സ്റ്റോൺ രൂപത്തിലായിട്ട് മാറുന്നത്. അതിപ്പോ നമ്മുടെ വയറ്റിലായാലും അങ്ങനെയാ, ഈ അഴുക്ക് വന്ന ഡെപ്പോസിറ്റ്സ് ആണ്. അതേ ഒരു പ്രോസസ്സാണ് ടൂത്തിലും വരുന്നത്. അങ്ങനെ ഡെപ്പോസിറ്റ്സ് ആയാൽ ആ ബോൺ ലോസ് വരും. ബോൺ ലോസ് വന്ന് പിന്നെ ആ ഒരു അഴുക്കിന്റെ ബലത്തിലാണ് ആ പല്ല് നിൽക്കുക. പിന്നെ ആ പല്ല് അഴുക്ക് പോകുമ്പോൾ ആ ബലം കുറഞ്ഞ ആ പല്ലും പോകും. അപ്പൊ പേഷ്യൻസ് എന്താ ഓട്ടോമാറ്റിക് അറിയാം, ആ ഡോക്ടർ വൃത്തിയാക്കി പല്ലും കളഞ്ഞു. അതിന്റെ കൂടെ നമ്മൾ ഓൾറെഡി ഇപ്പൊ ഇൻഫോം ചെയ്യാറുണ്ട് പേഷ്യൻസിന്. അങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മൾ പറയാറുണ്ട് ഇതിങ്ങനെ പ്രശ്നങ്ങളുണ്ട്, നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പല്ലിന് ഇങ്ങനെ ഓൾറെഡി ആട്ടമുള്ള പല്ലാണ് ചിലപ്പോൾ എടുക്കുക. കഴിഞ്ഞോടെ ഇതുപോലൊരു കേസ് വന്ന സമയത്ത് പേഷ്യന്റ് എടുക്കാൻ സമ്മതിച്ചില്ല. ബിക്കോസ് ആ ഒരു അത്രയും മൊബിലിറ്റി അതിനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പേഷ്യന്റ് പറഞ്ഞു ഇനി ഇത് പോയി കഴിഞ്ഞാൽ ഇത് മാറ്റി വെക്കണ്ടേ. അവരെന്തോ ജനസേവാ കേന്ദ്രം അങ്ങനത്തെ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അപ്പം അവർക്ക് പല്ലില്ലാതെ പറ്റത്തില്ല. അപ്പൊ ഇതിങ്ങനെയെങ്കിലും അതവിടെ ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ട് ആ ഒരു ഏരിയ മാത്രം ക്ലീൻ ചെയ്യാൻ സംഭവിച്ചതേ ഇല്ല. സോ അങ്ങനത്തെ ഒരുപാട് കേസുകൾ നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്നുണ്ട്. പലരും ക്ലീൻ ചെയ്യാൻ വരുന്നത് പല്ലിൽ പൊടിഞ്ഞു പോകുന്നു എന്ന് പറയുന്ന ഒരു സംഭവം വെച്ചിട്ടാണ്. എന്റെ പല്ല് പൊടിഞ്ഞു പോയി ഡോക്ടറെ, അതെന്താണെന്ന് നോക്കുമെന്ന്. അത് സംഭവം എന്ന് പറഞ്ഞാൽ കാൽക്കുലസ് ഇങ്ങനെ വന്നിരുന്നിട്ട് ആ കാൽക്കുലസ് ഇളകി പോകുമ്പോഴാണ് പല്ല് പൊടിഞ്ഞത് പേടിച്ചിട്ട് പേഷ്യന്റ് ഓട്ടോമാറ്റിക്കലി ഓടി വരുന്നത്. അതുവരെ വരത്തില്ല അവർക്ക്. കണ്ണിനെ കണ്ടാലും അത് മൈൻഡ് പോലും ചെയ്യത്തില്ല. പക്ഷെ ഇങ്ങനെ വരുമ്പോ പല്ല് പൊടിഞ്ഞു പോയി എന്ന് പറഞ്ഞ് ഓടി വരുന്ന കേസുകൾ ഒത്തിരി ഉണ്ട്. പിന്നെ പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനാമല് പോവോ അങ്ങനെ ചോദിക്കുന്ന കുറെ കോമൺ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനാമൽസ് പോവോ, പല്ല് തേഞ്ഞു പോവുക, അതുവഴി പല്ല് കുറുക്ക് വരുമോ? ആക്ച്വലി നമ്മൾ ചെയ്യുന്ന സ്കെയിലേഴ്സ് എന്ന് പറയുന്നത് ഒട്ടും ആ ഒരു സർഫസിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരെണ്ണം അല്ല. നമ്മൾ ജസ്റ്റ് ആ ഒരു ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടാണ് നമ്മൾ ക്ലീനിങ് ചെയ്യുക. പേഷ്യൻസിന് അങ്ങനെ ഒത്തിരി കംപ്ലൈന്റ്സ് ഉണ്ട്. 6 months ഗ്യാപ്പ് വേണം എന്ന് വെച്ച് ഇപ്പൊ OCD അങ്ങനത്തെ അസുഖമൊക്കെ വന്നു വെച്ചാൽ എപ്പോഴും പോയി ഒരു 6 months അല്ലെങ്കിൽ ഒരു 1 year ബ്രേക്ക് എന്തായാലും ഇട്ടിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് പോയാൽ ഇനാമൽ ഇഷ്യൂസ് ഒന്നും ഇല്ല. അല്ലാതെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ഇപ്പൊ ഏതൊരു സാധനം ആയിക്കോട്ടെ, ഇപ്പൊ ടൂത്ത് എന്നല്ല, ഇപ്പൊ എന്ത് സാധനത്തിലായാലും ഒരു ലിമിറ്റിൽ കൂടുതൽ ഇട്ടിട്ട് നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ അതിന് സ്ട്രക്ചർ കുറച്ച് പോകും. ആ ഒരു സിറ്റുവേഷനേ ഉള്ളൂ ഇനാമൽ പോവുക എന്ന് പറയുന്നത്. അല്ലാതെ കോമൺ ആയിട്ടുള്ള ഈ പ്രോപ്പർ ക്ലീനിങ് ചെയ്യുന്നോടത്ത് അങ്ങനെ പോകില്ല. പിന്നെ ഒരു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുറച്ച് ബുദ്ധിയൊക്കെ കൂടിയാലും പ്രശ്നമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒരു പേഷ്യന്റ് വന്നിട്ട് ആ പേഷ്യന്റ് പറയാം, ഞാൻ സ്മോക്കറാണ്, ഞാൻ സ്മോക്ക് ചെയ്യും, നല്ല എഡ്യൂക്കേറ്റഡ് ആളാണ്, ഞാൻ സ്മോക്ക് ചെയ്യും, പക്ഷെ ഞാൻ പല്ല് ക്ലീനും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇയാളെന്താ വെച്ചാൽ കറക്റ്റ് ഇന്റർവെൽ സ്മോക്കേഴ്സിനെ നമുക്കറിയാം എങ്ങനെ മൗത്ത് എങ്ങനെയാ ഇരിക്കുന്നത്. കാരണം നല്ല സ്റ്റെയിൻ ആയിരിക്കും. ചിലർ വന്ന് പറയും, നമ്മൾ ചോദിക്കും ഇങ്ങനെ ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ, സ്മോക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹാബിറ്റ്സ് ഉള്ള ആളാണ്. ഒന്നുമില്ല ഡോക്ടറെ, ഞാൻ ഒന്നും ചെയ്യാറില്ല, ഇത് അറിയില്ല, ഇത് ചായ കുടിച്ചിട്ടാണെന്ന്. നമുക്ക് ആക്ച്വലി നമുക്ക് കണ്ടാലോ ചായ കുടിക്കുമ്പോഴുള്ള സ്റ്റെയിൻ ഏതാണ്, സ്മോക്ക് ചെയ്യുമ്പോഴുള്ള സ്റ്റെയിൻ ആണ്, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന
ചിലർക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, ചില ക്രോമോജനിക് ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻസ് കാരണം സ്കെയിൽ ചെയ്യേണ്ട കേസുകളുണ്ട്, ചെറിയ കറുത്ത കറുത്ത പുള്ളികളായിട്ട്. അങ്ങനെ ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെയ്ത സമയത്ത് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും അങ്ങനെ വന്നു. അപ്പോൾ അത് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെ ചെയ്തതാ, പക്ഷെ ചെയ്തിട്ട് വീണ്ടും കൂടി, അത് മാറിയില്ല, വീണ്ടും അങ്ങനെ വന്നു. അത് ഒരിക്കലും നമ്മുടെ ആ ഒരു പ്രശ്നമല്ല, സലൈവയിലുള്ള സർട്ടൻ ബാക്ടീരിയാസ് ആണ് ആ ഒരു കളർ ഉണ്ടാക്കുന്നത്. സോ അത് ഫ്രീക്വന്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു 4 monthsോളം നമുക്ക് ചിലപ്പോൾ ക്ലീൻ ചെയ്യേണ്ട കേസുകൾ അങ്ങനെ വരാറുണ്ട്. അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേർക്ക് ഇപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ആ ഒരു ഇതിൽ എഡ്യൂക്കേറ്റഡ് കൂടുതലുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താ വെച്ചാൽ അദ്ദേഹത്തിന് അറിയാം ഇങ്ങനെ ക്ലീൻ പ്രോപ്പർ ആയിട്ട് ചെയ്തു കൊടുക്കണം. പക്ഷെ ഈ സ്മോക്കിംഗ് എന്നുള്ള ഹാബിറ്റ്സ് വിടാൻ അയാൾ തയ്യാറാവുന്നില്ല. കാരണം ഈ സ്മോക്കിംഗ് ഹാബിറ്റ്സ് ഉള്ളതുകൊണ്ട് എന്റെ സ്റ്റെയിനിങ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ സാധാ ഉള്ള ഒരു ആളെക്കാട്ടി സ്റ്റെയിനിങ് കൂടുക. അപ്പൊ കൂടുന്ന സമയത്ത് അത്രയും റബ്ബ് ചെയ്യുക ചെയ്യുന്നത്. സാധാ പോലുള്ള അഴുക്കല്ല ഈ സ്മോക്കേഴ്സിന്റെ, അവർ നല്ല ഹെവി ആയിട്ടുള്ള സ്റ്റെയിനിങ്. അപ്പൊ ആ സ്റ്റെയിനിങ് ക്ലീൻ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഓഫ് കോഴ്സ് അങ്ങനത്തെ കേസിലൊക്കെ സെൻസിറ്റിവിറ്റി വരാവുന്നതാണ് കോമൺ. കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അയാളെന്നെ സ്മോക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരുത്തുന്ന സ്റ്റെയിനിങ്, അതിന് സ്മോക്കിംഗ് നിർത്തുക എന്നതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. പിന്നെ അതുപോലെ നമ്മൾ കേൾക്കുന്ന വേറൊരു കാര്യമാണ്, നമ്മൾ ഡെന്റൽ എക്സ്റേസ് ഒക്കെ എടുക്കാൻ പറ്റും. ഞാൻ ചെറിയ കേടായിട്ട് പോയി ഡോക്ടർ ഇങ്ങനെ വെറുതെ അതൊക്കെ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കേണ്ട ആവശ്യമുണ്ട്. അവർ ചെറിയ കേടല്ല, അതൊന്ന് ഫില്ല് ചെയ്ത് തന്നാൽ മതി. അല്ലാതെ പല്ലെടുക്കുന്നതിനൊക്കെ എക്സ്റേ, എന്തിനാ എക്സ്റേ എടുക്കുന്ന എന്തിനാണ് ഡോക്ടർ? വെറുതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓരോ വഴി നോക്കുന്നതാണ്. കാരണം എക്സ്റേന്റെ എക്സ്ട്രാ ചാർജും കൂടി അവിടെ ആഡ് ചെയ്യുള്ളൂ. അപ്പൊ അവർക്ക് അത്രയും ലാഭം കിട്ടുമല്ലോ ക്ലിനിക്കിൽ. അങ്ങനെയൊക്കെ അതൊക്കെ ആക്ച്വലി ഭയങ്കര ബ്ലഫാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നാണ്. കാരണം എന്താ വെച്ചാല് മൗത്താണ്. മൗത്തിൽ ഇപ്പൊ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഞങ്ങളും കാണുന്നുള്ളൂ. അതിന്റെ ഉള്ളിലുള്ള എത്രത്തോളം കേടുണ്ടെന്നോ അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാ ഉണ്ടെന്നുള്ളത് എക്സ്റേ. ഇപ്പൊ കഫൊക്കെ കെട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ചെസ്റ്റ് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കില്ലേ, MRI അങ്ങനത്തെ ഒക്കെ ചെയ്യില്ല. അതേപോലെ തന്നെയാണ് നമ്മള് ഇപ്പം ഉള്ളില് അത് എത്രത്തോളം തളപ്പിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞാലേ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഏത് സാധാ ഫില്ലിംഗ് മതിയോ, അതോ ഡീപ് കേരീസ് ആയിട്ടുള്ള മാനേജ്മെന്റ് ആണോ, അതോ ഈ റൂട്ട് കനാൽ ആണോ എന്നുള്ളത്. കാരണം എന്താ വെച്ചാല് ഇപ്പൊ ഒരു വെറുതെ ഒരു ഇതാന്ന് പറഞ്ഞാൽ നമ്മൾ അടച്ചു വിട്ട് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ അതിന്റെ റിസൾട്ട് അറിയും. നീരായിട്ട് വന്നിട്ട് പറയാം ഡോക്ടർ അന്ന് എന്തോ ചെയ്ത് കണ്ടില്ല. ഇപ്പൊ അവസാനം മനുഷ്യനെ പുറത്തിറങ്ങി നടക്കാനും പറ്റുന്നില്ല, ജോലിക്കും പോകാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഇപ്പൊ എന്ത് വന്നാലും ഡോക്ടർ തലയില്ല. അന്ന് ഡോക്ടർ പ്രോപ്പറായി പറഞ്ഞു കാണും അങ്ങനെ അടയ്ക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ചിലർ പെയിനുമായിട്ട് വന്നിട്ട് പറയും ജസ്റ്റ് പെയിൻ കില്ലർ മാത്രം മതി ഡോക്ടർ, എന്തെങ്കിലും മരുന്ന് എഴുതാം. പല്ലുവേദന എനിക്ക് സഹിക്കാൻ പറ്റുന്ന പല്ലുവേദന, ജോലിക്ക് പോകാൻ പറ്റില്ല, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല ഡോക്ടർ, എനിക്ക് എങ്ങനെയെങ്കിലും മരുന്ന് എഴുതാം, എനിക്ക് എന്തെങ്കിലും ഒരു മരുന്ന് എഴുതാന്ന് പറയും. പിന്നെ ഒരു കോമഡി ആകുമ്പോൾ മരുന്ന് എഴുതി കൊടുക്കും. അപ്പൊ മരുന്ന് ആന്റിബയോട്ടിക്സ് ആയിരിക്കും മെയിൻ ആയിട്ട് എഴുതി കൊടുക്കുക. ഒരു പെയിൻ കില്ലറും കാണും. അത് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഓഫ് കോഴ്സ് പെയിൻ സബ്സൈഡ് ആവും. ചിലർക്ക് ആ ആന്റിബയോട്ടിക്സ് ആ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പെയിൻ അങ്ങ് കഴിയും. പിന്നെ അവർ ആ ടൂത്ത് ശ്രദ്ധിക്കുകയില്ല. പിന്നെ അതിൽ എന്തെങ്കിലും ഫർദർ വേദന വന്നാലോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഓടി വരും. പിന്നെ അല്ലെങ്കിൽ വേറൊരു കോമഡി എന്താ വെച്ചാല് നമ്മൾ ഒരു ടൈം കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാവല്ലോ, അത് വെച്ചിട്ട് ഈ വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് കൊണ്ടുപോകും മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങും, കഴിക്കും, വേദന സബ്സൈഡ് ചെയ്യും. പിന്നെ പോയി കാണും, പിന്നെ വേദന കഴിക്കും, അങ്ങനെ നീരൊക്കെ വരുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവുന്ന കേസുകളാവുമ്പോഴാണ് വീണ്ടും കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ എടുത്തു കളയാൻ അങ്ങ് പറയും. ഇതില് ചിന്തിക്കാത്തൊരു തോട്ട് എന്താ വെച്ചാല് ഈ അടുത്ത് എന്താണ് സർജറിയിൽ ഒരു കേസ് വന്നതായിരുന്നു. 27 ഒക്കെ ഉള്ളൂ ആ ലേഡിക്ക്. ആ ലേഡീനെ എന്ന് വെച്ചാല് 3rd മോളാർ ലാസ്റ്റത്തെ ടൂത്ത് ഇതേമാതിരി പെയിൻ വന്നപ്പോ അതിന് ഇറപ്ഷൻ കറക്റ്റ് ആയിട്ടല്ല വരുന്നത്. അപ്പൊ ഇറപ്ഷൻ കറക്റ്റ് ആയിട്ട് വരാത്ത കണ്ടപ്പോ ഡോക്ടർ എന്ന് പറഞ്ഞു അത് ഇമ്പാക്ട് ടൂത്തായത് എടുത്ത് കളയണം പറഞ്ഞു. അപ്പൊ അന്ന് പെയിൻ ഉണ്ടായിരുന്നു പേഷ്യന്റിന്. അപ്പൊ പെയിൻ ഉള്ളതുകൊണ്ടാണ് വന്ന് കാണിച്ചപ്പോ ഡോക്ടർ അന്ന് മെഡിസിൻ കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോ ആ പുള്ളിക്കാരി പ്രഗ്നന്റ് ആയി. അപ്പൊ പ്രഗ്നൻസിന്റെ കുറച്ച് കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളുള്ളതുകൊണ്ട് അപ്പൊ ടൂത്ത് എടുക്കാൻ പറ്റില്ല, അതിന് ശേഷം വരാൻ പറഞ്ഞു. അങ്ങനെ പെയിൻ സബ്സൈഡ് ആയി ഗുളിക കഴിച്ചപ്പോ പിന്നെ ആ പുള്ളിക്കാരി ഒന്നും ശ്രദ്ധിക്കുക അങ്ങനത്തെ ഒന്നും ചെയ്തില്ല, വിട്ട്. പിന്നെ നോക്കുമ്പോഴാണ് ഒരു ഭാഗം സ്വെല്ലിങ് ഭയങ്കരമായിട്ട്. ഈ പ്രഗ്നൻസി കഴിഞ്ഞ് കുട്ടി കുറച്ച് വലുതായി കഴിഞ്ഞപ്പോഴേക്കാണ് ഇതിന്റെ കോംപ്ലിക്കേഷൻ വന്നു തുടങ്ങിയത്. അതായത് ഒരു ഭാഗം ഭയങ്കരമായിട്ട് സ്വെല്ല് ചെയ്തപ്പോ വന്ന് കാണിച്ച് ഒരു ബാഡ് സ്മെല്ലൊക്കെ വരുന്നതാണ്. സംഭവം എന്താ വെച്ചാല് അത് ആംബുലോപ്ലാസ്റ്റോമ എന്ന് പറഞ്ഞ ഒരു കേസിലേക്ക്, അതായത് ആ ഒരു കുട്ടിക്ക്
ഒരു 27 ഇയേഴ്സ് ആയതേ ഉള്ളൂ. ആ ഒരു ചെറുപ്പത്തിലെ ആ ഒരു പേഷ്യന്റിന്റെ ഈ ഒരു സൈഡിലുള്ള ബോണൊക്കെ ദ്രവിച്ചു പോവാന്ന് പറഞ്ഞൊന്ന് ആലോചിച്ചത് അത്രയില്ല. ഇപ്പൊ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോയപ്പോ ഈ ഒരു സൈഡ് ഫുൾ കട്ട് ചെയ്തെടുക്കാനാ പറഞ്ഞത്. പക്ഷെ എസ്തെറ്റിക്കിന് ഈ ഒരു സൈഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫേസ് അത്രയും കൂടി പോവാ. ഒരു 27 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് അത്രയും ഫേസ് കൂടി പോവാന്ന് പറഞ്ഞാൽ അത് ആ കുട്ടിക്കും ഒരു കോൺഫിഡൻസ് കുറവ്, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെയാണ്. അവസാനം ഈ ലാസ്റ്റത്തെ മാൻഡിബിളിന്റെ മാർജിൻ മാത്രം വെച്ചിട്ട് അത് സർജറി ചെയ്ത് കൊടുത്തു. പക്ഷെ അതുകൊണ്ട് ഒരു സിംഗിൾ പല്ലിന്ന് വന്നൊരു പ്രശ്നമായത്. ഉള്ളതുകൊണ്ട് ആ കുട്ടിക്ക് പറ്റില്ല. പക്ഷെ എന്നാലും അത് കഴിഞ്ഞിട്ട് അത് ട്രീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയൊരു കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലേക്ക് ആവില്ലായിരുന്നു. ഇപ്പം ആ കുട്ടിക്ക് എന്തോരം കഷ്ടപ്പാടായിരുന്നു അറിയാം. ഇപ്പൊ സർജറി കഴിഞ്ഞു, ഇനി അത് ഹീലായി. ആ ഒരു സ്പേസ് എന്തായാലും അങ്ങനെ നിൽക്കും. പണ്ടത്തെ മാൻഡിബിളിന്റെ ആ സ്ട്രോങ് കൊണ്ടൊന്നും കിട്ടുന്നില്ല. ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, അതൊക്കെ നമ്മൾ ചിന്തിക്കാൻ കൂടി പറ്റില്ല. കാരണം ഒരു പനിയൊക്കെ വന്നാൽ ഇപ്പൊ ഞാനൊക്കെ ഇങ്ങനെ എനിക്കൊക്കെ അസുഖമൊക്കെ വന്നു കഴിഞ്ഞാലാണ് ഈ ക്രേവിങ്സ് കൂടുക, ബിരിയാണി തിന്നുക, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരാം. അപ്പൊ ഈ പല്ലിന്റെ ഇഷ്യൂ വരുമ്പോ ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാതെ ഒരു 2 weeks ഒക്കെ നിൽക്കും സാധാരണ മനുഷ്യന്മാരുണ്ടോ. ഒരു 2 weeks ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് ക്രേവിങ്സ് വന്നുകൊണ്ടിരിക്കും, ഓരോന്ന് തിന്നാണ്ടിരിക്കാൻ. ഈ 2-3 മാസം ഇതൊക്കെ കഴിക്കാതിരിക്കാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, ഈ പല്ലെടുത്ത് കഴിഞ്ഞാൽ തലവേദന വരുമോ, കണ്ണിന് കാഴ്ച കുറയോ, മേലത്തെ പല്ലെടുത്ത് കഴിഞ്ഞാൽ പല്ല് കാഴ്ച പോകുന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അതിനെക്കാട്ടി കോമഡി ഒരു പേഷ്യന്റ് പല്ലെടുത്ത് പോയിട്ട് തിരിച്ചു വരുന്നു. അപ്പൊ ചോദിച്ച് എന്താ അമ്മ ചോദിച്ചു പറയാ, TV കാണാൻ പറ്റുമോ ഡോക്ടറെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സീരിയലാണോ കണ്ടത്? അപ്പൊ ചിരിക്കുന്നു. അപ്പൊ പറഞ്ഞ് ആക്ച്വലി പല്ലെടുത്ത് കഴിഞ്ഞാൽ TV കാണാതിരിക്കുക അങ്ങനത്തെ ഒന്നും ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ കുളിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ച്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ടൂത്ത് ചെയ്ത് ഓവറായിട്ട് തലയൊക്കെ എനിക്ക് ടൂത്ത് ബലമുള്ള ടൂത്തൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ റെസ്റ്റ് ചെയ്യുക. ഈ ഓവർ തലയെ സ്ട്രെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാം. ഒരു ദിവസം കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്യാം. എന്തായാലും നമ്മൾ ഒരു ദിവസം റെസ്റ്റ്, സർജിക്കൽ പ്രൊസീജിയർ ഒക്കെ വരുമ്പോഴാണ് കൂടുതൽ നമ്മൾ റെസ്റ്റിന് പറയുക. നമ്മൾ ഓവർ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബോഡി വീക്ക് ആവും, ഹെഡ് ഏക്ക് വരും. അങ്ങനത്തെ ഇപ്പൊ ചില പല്ലൊക്കെ എടുത്തു കഴിഞ്ഞാൽ പനിക്കാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. പക്ഷെ പല്ലെടുത്തെന്ന് വെച്ചിട്ട് ഓവർ ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റാതെ ഇപ്പൊ അത് നമ്മൾ പല്ലെടുക്കുമ്പോൾ തന്നെ ഇൻസ്ട്രക്ഷൻസ് പറയുക, അത് അതുപോലെ ഫോളോ ചെയ്യുക, മെഡിസിൻസ് കൊടുക്കുക, അത് കറക്റ്റാ കഴിക്കുക. അത് ചെയ്താൽ തന്നെ പല്ലെടുക്കുന്നത് കൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും പൊതുവെ വരാറില്ല. ഇങ്ങനെ പല്ലെടുത്തുന്നുള്ളൊരു കോൺഫിഡൻസ് ഇപ്പൊ ആരും മന്തിയും ബിരിയാണി അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കാതിരിക്കുക. ചോക്ലേറ്റ്സ് കഴിയുന്ന ഒഴിവാക്കുക. കാരണം ഡ്രൈ സോക്കറ്റ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് അടിച്ചു കഴിഞ്ഞാല് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി ഭയങ്കര പെയിനാണ്. അത്ര പെയിൻഫുൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിൻഫുൾ ആണ്. നമുക്ക് ഉറങ്ങാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. പെയിൻ കില്ലേഴ്സ് കഴിച്ചിട്ടിരിക്കുന്ന ആളുകളെ തന്നെ കൊടുക്കുന്ന ഒരു പെയിൻ കില്ലർ ഒരു 5 മണിക്കൂറൊക്കെ എഫക്ട് ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ ഡ്രൈ സോപ്പിൽ വന്ന പേഷ്യൻസിന് കറക്റ്റ് സമയം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഈ കറക്റ്റ് 5 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും പെയിൻ വരും. അപ്പൊ പിന്നെയും പെയിൻ കില്ലർ എടുക്കും. ഡോക്ടേഴ്സിനോടൊന്നും ചോദിക്കരുത്, കാരണം അത്രയും പെയിൻ ആയിരിക്കും. ഇത് കണ്ടിന്യൂസ്ലി എടുത്തു കഴിഞ്ഞാൽ ലിവർക്ക് അടിച്ചു പോകും. അതാണ് വേറൊരു പ്രശ്നം. പെയിൻ കില്ലറൊക്കെ ലിമിറ്റഡാ. നമ്മൾ വിചാരിക്കുന്ന കാര്യം അല്ലെങ്കിൽ നമുക്ക് ഒരു കംഫോർട്ടിനനുസരിച്ച് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. അഥവാ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നു, നമ്മളിപ്പോ പല്ലെടുത്തതിന് ശേഷം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ഏത് ഡെന്റിസ്റ്റിന്റെ അടുത്തുനിന്നാണോ എടുത്തത് അവിടെ തന്നെ പോയി കാണിക്കുക. എന്നിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് പേഷ്യൻസ് ഇങ്ങനെ പോകുമ്പോ അങ്ങനെ പെയിൻസും കാര്യങ്ങളും വരുമ്പോ ഈ പണ്ടത്തെ ആൾക്കാരൊക്കെ ചെയ്യുന്ന ഈ കുരുമുളക് ഗ്രാമ്പും ഒക്കെ പല്ലിന്റെ ഇടയിൽ വെച്ചു കൊടുക്കുക. എന്നിട്ട് പല്ല് പൊടിച്ചവരും ആക്ച്വലി പെയിൻ കുറയും. അതുള്ളത് സത്യം. കാരണം എന്ത് വെച്ചാല് യൂജിനോൾ, ഇപ്പൊ ഗ്രാമ്പൊക്കെ ആണെങ്കിൽ യൂജിനോൾ ഉള്ളതുകൊണ്ടാണ് ഓയിൽ, ഇപ്പൊ അതുള്ളതുകൊണ്ടാണ് അത് പെയിൻ സബ്സൈഡ് ചെയ്യുന്നത്. പക്ഷെ പല്ലിന് ടൂത്തിന് അത് കേടാം. ടൂത്തിന്റെ സ്ട്രക്ചർ ഇങ്ങനെ പൊടിഞ്ഞ് ആ പിന്നെ സ്ട്രക്ചർ ഇല്ലാണ്ടാവും. പിന്നെ ആ പല്ല് എടുത്ത് കളഞ്ഞ് വേറെ വെക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു മിത്തുന്നാണെങ്കിൽ പണ്ടത്തെ കുറെ ആയുർവേദിക് ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പണ്ടത്തെ ആൾക്കാരുള്ള ഫുഡ് ഹാബിറ്റ്സ് അല്ല ഇപ്പൊ നമ്മൾ കഴിക്കുന്നത്. പണ്ടത്തെ ആൾക്കാർക്കുള്ള ഫുഡ് ഇൻടേക്കിലും നമ്മളെ ആസിഡ്സ് കാര്യങ്ങളൊക്കെ കുറവാണ്. നമ്മളിപ്പോ ഈ പണ്ടത്തെ ഓരോ മെത്തേഡ്സ് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ ആസിഡിക് ആയ ഫുഡ്സും കാര്യങ്ങളും യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഇന്ററാക്ഷൻ വന്ന് പല്ലിന്റെ സ്ട്രക്ചർ പോകും. നാരങ്ങ നീര്, ബേക്കിംഗ് സോഡ, ചാർക്കോൾ ഇട്ടൊക്കെ പല്ല് വയ്ക്കുന്നവരുണ്ട്. ശരിക്കും ചാർക്കോൾ നല്ല
ഇഷ്ടിക പൊടിയൊക്കെ ഇട്ട് തേക്കുന്നവര് ഞാൻ ക്ലീൻ ചെയ്തൊരു പേഷ്യന്റിനോട് പറഞ്ഞതാ, ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയി. ഞാൻ ക്ലീൻ ചെയ്തതിനു ശേഷം വീണ്ടും അവർ നോക്കുക എല്ലാവരും വൃത്തിയായോ എന്നൊക്കെ നോക്കും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയും, ഡോക്ടർ ഞാനിങ്ങനെ തേക്കും, ഞാൻ ഇഷ്ടിക പൊടിയൊക്കെ ഇട്ട് തേക്ക്. അത്രയും പല്ല് വെളുക്കണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. പല്ല് ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോ ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്തു, ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഭയങ്കര ബോറിംഗ് ആണെന്ന് ഞങ്ങൾക്ക് പറയാം. പക്ഷെ ഞങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് പരിചയമില്ലാത്ത കാര്യങ്ങളല്ലേ, അപ്പൊ ഒരേ ടോപ്പിക്ക് കുറെ നേരം വലിച്ചു നീട്ടുന്നില്ല. പിന്നെ ഇതേപോലത്തെ എന്തേലും ഞങ്ങൾ കേൾക്കാത്ത രീതിയിലുള്ള ഇപ്പൊ മാക്സിമം ഞങ്ങൾ കേട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി പുതിയ പുതിയ ഞങ്ങളുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഫാമിലിയിലെ ഫ്രണ്ട്സിന്റെ ഇടയ്ക്കോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ മിത്തുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഇതുപോലെ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. ഇതിന്റെ പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതും കമന്റ് ചെയ്യുക. എന്തായാലും കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. നമ്മൾ കുറെ നാളുകൊണ്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഒന്ന് ചെയ്താലോ. ഇത് ഒന്ന് സത്യമല്ല എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ, നമുക്കല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആ ഒരു ഇത് കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. അങ്ങനെ ഒരു ഇതിൽ തുടങ്ങിയത്. ഇന്നത്തെ കുറച്ച് ജനറൽ ഇൻഫർമേഷൻസ് ആണ് ഞങ്ങൾ ഷെയർ ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഇനി ഇതുപോലത്തുള്ള യൂസ്ഫുൾ കണ്ടന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് കാണും വരെ ബൈ.